വാ നമുക്ക് ഊഞ്ഞാലാടാൻ പോവാ. നിങ്ങൾ രണ്ടുപേരുമാണ് സർപ്രൈസ് ഗസ്റ്റുകളെന്ന് മോളിപ്പഴാ പറയുന്നത്. ഗൗരിമോളും ചിപ്പിമോളും ചേർന്ന് പ്ലാൻ ചെയ്ത പരിപാടിയായത്. സമൃദ്ധ എന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ? കുട്ടികള് തന്ന സർപ്രൈസിന്റെ ഷോക്ക് ഇതുവരെ മാറിയില്ലേ? അതെ അതെ, സർപ്രൈസുകൾ ഇനി ഓരോന്ന് കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. അതെന്താ, ഇവര് വേറെ വല്ലതും പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അവന്തികെ. പക്ഷെ അതൊന്നും ഗൗരിമോളല്ല, ഞാനാ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അല്ല, സമൃദ്ധയ്ക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടോ? ഇന്നത്തെ ഈ ഔട്ടിങ് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത് സമൃദ്ധയ്ക്കായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. അതെന്താ അങ്ങനെ? ബാക്കി ആർക്കും സന്തോഷമില്ല? ഞങ്ങൾക്ക് സന്തോഷമൊക്കെ ഉണ്ട്. എന്നാലും ഗോകുലും സമൃദ്ധയും കൂടി ഒരുമിച്ചൊരു ഔട്ടിംഗ് എന്ന് പറയുമ്പോ നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപാട് സന്തോഷമുള്ള കാര്യമല്ലേ? അത് മാത്രമല്ല, ഇന്നത്തെ ഔട്ടിംഗ് നമ്മുടെ ഒരു ഫാമിലി ഗെറ്റ് ടുഗദർ ആയിട്ട് മാറുകയും ചെയ്തു. അർച്ചനെ, നിനക്ക് അവളുടെ കാരണത്തൊന്ന് കൊടുത്തൂടെ? നിന്റെ ജീവിതം നശിപ്പിച്ച സ്ത്രീയോട് ഇങ്ങനെ സ്നേഹത്തോടെ പെരുമാറാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു? അമ്മയും ശിശിരയും കൂടി കൊണ്ടുവരായിരുന്നു. അമ്മയ്ക്കിരുന്നു അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ശിശിരിക്ക് വരണമെന്നുണ്ടായിരുന്നു. പക്ഷേ രാജീവ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ അവള് വീട്ടിലല്ലേ ശരിയാവില്ല. അതുകൊണ്ടാ അവർ രണ്ടുപേരും വരായിരുന്നു. അല്ലെങ്കിലും ഭാര്യ ഭർത്താക്കന്മാര് മാത്രം പോകുന്ന ഇതുപോലുള്ള സ്ഥലത്ത് അമ്മയും സഹോദരിമാരും വരാതിരിക്കുന്ന നല്ലത് അല്ലേ സമൃദ്ധ? ഭാര്യ ഭർത്താക്കന്മാര് പോലും ഇവളുടെ കാരണം മിക്കവാറും ഞാനിന്ന് അടിച്ചു പൊളിക്കും. എന്തായി, ദമ്പതി പൂജ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടായോ? ഉടനെ ഗൗരിമോൾക്കൊരു അനിയനെയോ അനിയത്തെയോ പ്രതീക്ഷിക്കാവോ? എങ്കിൽ നമുക്ക് ഫുഡ് കഴിച്ചാലോ? അതിനെന്താ? എങ്കിപ്പോ എടോ, കുഞ്ഞുങ്ങളെ കൂടി വിളിച്ചോ. ഗൗരി, ചിപ്പിയും കൂടി വിളിച്ചിട്ട് വാ. വാ. അമ്മേ, അവന്തിക വീണ്ടും അർച്ചനയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുകയാണ്. ഇതിനൊരു പണി കൊടുത്തേ പറ്റൂ.